ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ പത്തനംതിട്ടയുടെ സ്വകാര്യ അഹങ്കാരമായ ഗവിയിലേക്കാണ്. അതും നമ്മുടെ KSRTC ബസ്സിൽ. എൻ്റെ അമ്മോ, എന്തൊരു അനുഭവമായിരുന്നെന്ന് അറിയാമോ നിങ്ങൾക്ക്? 3.5 മണിക്കൂർ വനത്തിൽ കൂടെയുള്ള യാത്ര, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും ചെറിയ മഴയും കുഞ്ഞു കുഞ്ഞു വന്യമൃഗങ്ങളെ കാണുവാനുള്ള അവസരവും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു യാത്രയാണ്. നമ്മുടെ പത്തനംതിട്ടക്കാരായ ആൾക്കാർ എത്ര പേര് ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിന് പോയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരെ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദൂരെയുള്ള ആൾക്കാർക്ക് വരെ ഈ സ്ഥലത്തെ പറ്റി അറിവ് കിട്ടുമ്പോൾ പത്തനംതിട്ടക്കാർ പോകാതിരിക്കുന്ന മോശമല്ലേ? അതും KSRTCയിൽ തുച്ഛമായ പൈസയിൽ. നമ്മുടെ കയ്യിൽ അല്പം ഫുഡൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ യാത്ര ഭയങ്കര മനോഹരമാണ് കേട്ടോ. KSRTC ഡ്രൈവേഴ്സ് നമ്മളോട് സഹകരിച്ചത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരോ കുഞ്ഞു മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ വണ്ടി നിർത്തി നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തരും, ഫോട്ടോ എടുക്കാനുള്ള അവസരം തരും. പോകുന്ന യാത്രയിൽ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ 5 പ്രധാന ഡാമുകളുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ഈ ഡാമുകളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതെന്നും എത്ര ഐഡിയപരമായിട്ടും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. പ്രധാനമായ ഡാമുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഗവി അണക്കെട്ടുണ്ട്, കക്കി അണക്കെട്ട്, ആനത്തോട് അണക്കെട്ട്, മൂഴിയാറ്, അതിനുശേഷം പമ്പ അണക്കെട്ട്. അങ്ങനെ 5 അണക്കെട്ടുകളുണ്ട്. എൻ്റെ ദൈവമേ, എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന്. അതൊരു ഫിഷിംഗ് ഫാമാണ് നിങ്ങളിപ്പം കണ്ടത് കേട്ടോ. അവിടെ നിറയെ ഫിഷുകളുണ്ടെന്നാണ് ഡ്രൈവേഴ്സ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ അവർ തരും. അവരും എക്സൈറ്റഡാണ് നമ്മളോടൊപ്പം. നമ്മൾ അതിലധികം എക്സൈറ്റഡ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയപ്പോഴുണ്ടല്ലോ, അവരുടെ മുഖത്ത് മിന്നിമായുന്ന എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമ്മുടെ കേരളവും ഇത്ര മനോഹരമാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്നത്തെ ആൾക്കാർ ദൂര സ്ഥലത്തേക്കാണ് പോകാൻ ഇഷ്ടപ്പെടുന്നേ. സ്വിറ്റ്സർലാൻഡ്, പാരീസ്, അങ്ങനെയൊക്കെ. അവിടുത്തെ മനോഹാരിത വാഴ്ത്തി പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെ മിനിമൽ പൈസയൊക്കെ മുടക്കി നിങ്ങൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ലൈഫിൽ പോകണം കേട്ടോ. എൻ്റെ വലിയൊരു ഡ്രീമാണ് എക്സ്പ്ലോർ ഇന്ത്യ. ആദ്യം നമ്മൾ നമ്മുടെ കേരളത്തെയും ഇന്ത്യയൊക്കെ കണ്ടറിഞ്ഞിട്ട് ശേഷമാണ് വിദേശ രാജ്യത്തോട്ട് പോകേണ്ടത്. അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങളും പോകണം കേട്ടോ. ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ഞങ്ങൾക്ക് ഭയങ്കര മനോഹരമായിരുന്നു. ഇങ്ങനെയുള്ള യാത്രകൾ ഞങ്ങൾക്ക് ഭയങ്കര